ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ പടവലത്തിൻ്റെ തോരനാട്ടോ അത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്, ഞാനിവിടെ ഒരു വലിയ പടവലമാണ് എടുത്തത്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൂടാതെ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, നല്ല എരിവുള്ള മുളക് കേട്ടത്. എരിവ് കുറവുള്ളതാണെങ്കിൽ കൂടുതലെടുക്കാം. കൂടാതെ ഒരു കപ്പ് തേങ്ങ ചിരവിയത്, ഞാനിത് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് പടവലം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴറ്റി വന്നാൽ നമുക്കതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. എല്ലാം കൂടി നല്ലപോലെ സോട്ട് ചെയ്യാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പടവലം ചേർക്കാം. 2 മിനിറ്റ് കൂടി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കതിലേക്കുള്ള തേങ്ങ ചിരവിയത് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി എല്ലാം കൂടി യോജിപ്പിച്ചാൽ നമ്മുടെ പടവലത്തിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ.